നീതിദേവത എന്തുകൊണ്ട് കണ്ണു തുറന്നില്ല? അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല. 8.5 വർഷത്തോളം നിയമ പോരാട്ടം നടത്തിയിട്ടും നടിയാക്രമണ കേസിൽ എന്താണ് സംഭവിച്ചത്? സാധാരണക്കാരായ ജനങ്ങൾ കോടതിയെയും പ്രോസിക്യൂഷനെയും വിമർശിച്ച് ഇങ്ങനെ പല ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇനി എന്താകും ആ കേസിൽ അതിജീവിതയുടെ നീക്കം? പ്രോസിക്യൂഷൻ അപ്പീലിന് പോകാൻ ഒരുങ്ങുന്നുണ്ട്. അതിജീവിതയുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. അതോടൊപ്പം നടിയാക്രമണ കേസിൽ കുറ്റവിമുക്തനായതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ദിലീപിൻ്റെ തീരുമാനം. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നുമാണ് ദിലീപിൻ്റെ ആരോപണം. നടിയെ ആക്രമിച്ച കേസിൽ സൂത്രധാരനെന്ന് അന്വേഷണ സംഘം ആരോപിച്ച നടൻ ദിലീപ് കുറ്റക്കാരനല്ലെന്നാണ് വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നതെങ്കിലും പ്രോസിക്യൂഷന്റെയും അതിജീവിതയുടെയും പോരാട്ടം അവസാനിക്കുന്നില്ല. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് ഈ മാസം 12-ന് ശിക്ഷ വിധിച്ച ശേഷം കോടതി ഉത്തരവ് പുറത്തുവരും. അതിനുശേഷമേ എന്തെല്ലാം കാരണങ്ങളാലാണ് ദിലീപിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്ന് വിചാരണ കോടതി കണ്ടെത്തിയതെന്ന് വ്യക്തമാകൂ. പിന്നാലെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യും. ദിലീപിനെ കേസുമായി ബന്ധിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടെന്ന ശക്തമായ വാദമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. എന്നാൽ ഇതൊന്നും ദിലീപിനെ ഗൂഢാലോചനയുമായി ബന്ധിപ്പിക്കാൻ പര്യാപ്തമല്ലെന്ന് വിചാരണ കോടതി കണ്ടെത്തിയെന്നാണ് അനുമാനം. അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ അപ്പീൽ കോടതികളിൽ ഫലപ്രദമായി ഉന്നയിക്കാനാകുമെന്ന ആത്മവിശ്വാസം പ്രോസിക്യൂഷനും അതിജീവിതയ്ക്കായി ഹാജരായ അഭിഭാഷകർക്കും ഉണ്ട്. മേൽക്കോടതികളിൽ വിഷയമെത്തുമ്പോൾ ദിലീപ് രേഖാമൂലം മറുപടി നൽകേണ്ടി വരുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. പൾസർ സുനിയെ അറിയില്ല എന്ന നിലപാടായിരുന്നു ദിലീപ് കേസിന്റെ തുടക്കം മുതൽ സ്വീകരിച്ചത്. അത് തള്ളുന്ന വാദങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അതിനിടെ താനാണ് യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ടതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും പ്രശസ്തിക്കും വേണ്ടി തന്നെ ബലിയാടാക്കുകയായിരുന്നുവെന്നും ദിലീപ് ആരോപിച്ചിരുന്നു. കേസിൽ കുറ്റവിമുക്തനായതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ദിലീപ്. തെറ്റായ പ്രോസിക്യൂഷൻ നടപടിയിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ദിലീപ് നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നത്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചെന്നുമാണ് ദിലീപിന്റെ ആരോപണം. 12-ന് പുറത്തുവരുന്ന ശിക്ഷാവിധിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നതനുസരിച്ചാകും ദിലീപിന്റെ തുടർ നീക്കങ്ങൾ. പ്രോസിക്യൂഷനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ദിലീപ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.